ഹായ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കണ്ണൂരാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇന്നൊന്ന് ബാംഗ്ലൂർ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബാംഗ്ലൂരേക്കുള്ള യാത്രയാണ് ഈ ഒരു ബ്ലോഗിൽ. ഇപ്പോൾ സമയം 4:30. പുറകെ കാണുന്ന KS ബാംഗ്ലൂർ കണ്ണൂർ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. അത് മംഗലാപുരം വഴിയാണ് പോകുന്നത്. ഇവിടുന്ന് വൈകുന്നേരം 5:05 എടുക്കുക. ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെലൈക്കൺ കൂടി ഒന്ന് ഞെക്കിക്കോ. ഇതാണ് നമ്മൾ പോകുന്ന ആ ട്രെയിൻ. ആദ്യം ഇലക്ട്രിക് എഞ്ചിനാണ് ഉള്ളത്. അതിൻ്റെ തൊട്ട ബാക്കിൽ നമ്മളെ ഡീസൽ ലോക്കോ ഉണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1 മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിലെ എറണാകുളം ടു ഹസ്രത്ത് നിസാമുദ്ദീൻ അതുണ്ട്. അത് പോയിന്ന് ആ ട്രെയിൻ പോയിട്ടാണ് ഈ ഒരു ട്രെയിൻ എടുക്കുക. ഇപ്പോൾ സമയം കറക്റ്റ് 5:05. നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് കണ്ണൂർ സ്റ്റേഷനിൽ എടുത്തു. നിങ്ങളിപ്പം കണ്ടെടുക്കുന്ന വളവാട്ടണ പാലാണ്. നമ്മളെ വണ്ടി ഇപ്പം ബാംഗ്ലൂർ എത്തി, മംഗളൂരം സെൻട്രലിലെത്തി. ഇപ്പം കറക്റ്റ് സമയം എന്ന് വെച്ചാൽ 7:30. 7:30 ആകുമ്പോഴേക്ക് നമ്മളെ ട്രെയിൻ ഇവിടെ എത്തി കേട്ടോ. ഇതാണ് നമ്മളെ മംഗലാപുരം സ്റ്റേഷന്റെ ഫസ്റ്റ് പ്ലാറ്റ്ഫോം. ഇനി ഇവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞ് ട്രെയിൻ എടുക്കൂ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാഴ്ചകൾ രാവിലെ ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം കേട്ടോ. ഞാനിവിടെ ബാംഗ്ലൂർ എത്തി. എനിക്ക് പോകേണ്ടത് വൈറ്റ്ഫീൽഡാണ്. ഇവിടെയുള്ള മെട്രോയിലാണ് പോകേണ്ടത്. അപ്പം ഈ ഒരു ഇതാണ് ടിക്കറ്റ്. ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഇത് തുറന്നു. നമുക്ക് പോകേണ്ടത് പ്ലാറ്റ്ഫോം നമ്പർ 1 നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സ്റ്റേഷനാണ്. കാരണം രണ്ട് ഭാഗത്തും പ്ലാറ്റ്ഫോം നമ്പർ 1ഉം 2 ആണ്. ഇപ്പൊ സമയം 7:30. ഇപ്പോഴും മെട്രോ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ തിരക്കുണ്ട്. ഇത് കണ്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടുവേർഡ്സ് വൈറ്റ്ഫീൽഡ്. ഇപ്പൊ സമയം 7:30 രാവിലെ. അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ് കണ്ടോ. എല്ലാ CCTVയും അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് നല്ല മെട്രോ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ARS റെയിൽവേ സ്റ്റേഷനിലുള്ള മെട്രോ സ്റ്റേഷനാണ് ഇത്. മെട്രോ ട്രെയിൻ വരുന്നുണ്ട്. ഞാനിപ്പോൾ മെട്രോ ട്രെയിനിന്റെ ഉള്ളിലുള്ളത്. രാവിലത്തെ തിരക്കുണ്ടോ. നമ്മളിവിടെ ഇറങ്ങേണ്ട സ്ഥലത്തെത്തി. ഇത് കണ്ട പർപ്പിൾ ലൈനാണ് ഇത്. അപ്പോൾ ആ ഒരു ട്രെയിനിന് പർപ്പിൾ കളർ തന്നെയാണ് ഇവിടെ ബാംഗ്ലൂർ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ലൈൻ ആയതുകൊണ്ടായിരിക്കും. ഇപ്പം ആ മെട്രോ ട്രെയിൻ പോകും. നല്ല അടിപൊളിയായിട്ടുള്ള മെട്രോ ആട്ടോ. അണ്ടർഗ്രൗണ്ട് ഒക്കെ ആയിട്ട് നല്ല സെറ്റപ്പാണ്. നല്ല തിരക്കുണ്ട് രാവിലെ തന്നെ. നമുക്കിനി മെട്രോന്ന് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്യുമ്പോൾ ഈ കോയിനില്ലേ, ഈ കോയിന് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. നേരെ തുറന്നു വരും. നല്ല അടിപൊളിയല്ലേ. അതേപോലെ ഇവിടെ വന്നപ്പോൾ ഒരു കണ്ട കാഴ്ച ഉണ്ടോ. ഈ ബാംഗ്ലൂർ നഗരത്തിലുള്ള ചെടികൾക്കെല്ലാം വെള്ളം നനക്കുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ അവർ പരിപാലിക്കുന്നുണ്ട് കേട്ടോ. ഇത്ര നല്ല രീതിയിൽ പരിപാലിക്കുന്നു നോക്കി. നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ബാംഗ്ലൂർ സിറ്റി കോർപ്പറേഷനാണ്. ഇവിടെ ഒരു ഉടുപ്പി ഡെലിക്കസി എന്ന് പറഞ്ഞിട്ടൊരു വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. ഞാനൊരു മസാല ദോശ ഓർഡർ ആക്കി. ഇവിടെ കണ്ട ഇവിടെ ഇങ്ങനെ നിന്നിട്ടും കഴിക്കാം. അതേപോലെ ഡൈനിങ്ങും ഉണ്ട്, ഇരുന്നിട്ടും കഴിക്കാം. അതേപോലെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു കടയാട്ടോ. പല രീതിയിലുള്ള ഐറ്റംസ് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. ജസ്റ്റ് ടേസ്റ്റ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. കുറേ ആയി നല്ലൊരു മസാല ദോശ കഴിച്ചു. ഈ ചട്നിയൊക്കെ നല്ലതുണ്ട്. മസാല ദോശ കഴിച്ചു. അപ്പോൾ ഇവിടെ എല്ലാവരും ഈ വടയില്ലേ, വടയും അതുപോലെ ഇഡ്ഡലിയും ഇതേപോലെ സാമ്പാറിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നു. അപ്പോൾ എനിക്കത് ടേസ്റ്റ് ചെയ്യാനെന്ന് ഭയങ്കര ആഗ്രഹം. ഞാനും അതൊന്ന് വാങ്ങി. ഇതാണ് വട ഇഡ്ഡലി ഡിപ്ഡ് ഇൻ സാമ്പാർ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സാമ്പാറിനൊരു മധുരമുണ്ട്. നമ്മുടെ നാട്ടിലെ സാമ്പാർ പോലെയല്ല, പക്ഷെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം കേട്ടോ. നല്ലതാണ്, ഒരു പ്രത്യേക രുചി. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങിയ ഇറ്റ് വാസ് ഗുഡ് ഫുഡ്, ഡെലീഷ്യസ്. നമുക്ക് പോകേണ്ട മെട്രോ വന്നു പർപ്പിൾ. അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അധികം വീഡിയോസ് എടുത്തിട്ടില്ല, അപ്പം ഉള്ള വീഡിയോസ് വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് കിട്ടിയാണ്. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.